നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി സാധ്യതകളാണ്. പ്രത്യേകിച്ച് കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPIM-നെ സംബന്ധിച്ച് ഉറച്ച കോട്ടയാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. കണ്ണൂർ ഇടതുപക്ഷത്തെ കൈവിടാതെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും UDF-നെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാര്യമായ രീതിയിൽ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മുൻകാലങ്ങളിലേതിനെ അപേക്ഷിച്ച് വലിയൊരു നേട്ടം കൊയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഇത്തവണ UDF കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് 4 സീറ്റുകളാണ്. അത് പ്രധാനമായും പറയുന്നത് കണ്ണൂർ, അഴീക്കോട്, ഇരിക്കൂർ, പേരാവൂർ സീറ്റുകളാണ്. ഒരു കാലഘട്ടത്തിൽ 5 നിയമസഭാ സീറ്റുകൾ വരെ UDF സ്വന്തമാക്കിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് RJD UDF-നൊപ്പം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ഉൾപ്പെടെ സ്വന്തമാക്കാൻ UDF-ന് സാധിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറും പേരാവൂരിലേക്കും മാത്രമായി UDF ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കണ്ണൂർ നഷ്ടപ്പെടുന്നു, അഴീക്കോട് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് കൂത്തുപറമ്പ് RJD പോയതോടുകൂടി തിരിച്ച് LDF-ൽ എത്തിയതോടുകൂടി UDF-ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ UDF ഇത്തവണ 4 സീറ്റുകളാണ് പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ നിന്നും ലക്ഷ്യമിടുന്നത്. ഇനി കണ്ണൂരിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോൾ പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം തന്റെ സ്വന്തം തട്ടകമായ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ജനവിധി തേടും. ഒപ്പം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കും. പ്രത്യേകിച്ച് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനത്തുടനീളം പ്രചരണത്തിനായി ഓടിയെത്തേണ്ടതുണ്ട്. പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഇത്തവണ MV ഗോവിന്ദൻ മാസ്റ്റർ മത്സരരംഗത്തുണ്ടാവില്ല. പകരം വരുന്നത് മറ്റൊരാളാണ്. മാധ്യമരംഗത്ത് വളരെ ശ്രദ്ധേയനായ, പിന്നീട് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് സമീപകാലത്ത് രാഷ്ട്രീയ രംഗത്തേക്ക് ചേക്കേറി ഒരു തവണ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് മാധ്യമരംഗത്തേക്ക് തിരിച്ചു വന്ന് ഒടുവിൽ മാധ്യമ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് CPIM-കാരനായി CPIM-ന്റെ നേതാവായി മാറിയ MV നികേഷ് കുമാറാണ് ഇത്തവണ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. MV നികേഷ് കുമാറിന് മറ്റൊരു ജനസമിതി കൂടിയുണ്ട്. സാക്ഷാൽ MV രാഘവന്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉൾപ്പെടെ സ്വന്തമാക്കാൻ MV നികേഷ് കുമാറിന് സാധിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ മാസ്റ്ററെ വിറപ്പിച്ച ഒരു യുവ സ്ഥാനാർത്ഥിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VP അബ്ദുൾ റഷീദ്, UDF-ന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ VP അബ്ദുൾ റഷീദിനെ പോലുള്ള, അല്ലെങ്കിൽ കൊയ്യം ജനാർദ്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് പൊരുതിയാൽ മാത്രമേ MV നികേഷ് കുമാറിനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനാകൂ എന്നൊരു വിലയിരുത്തലാണ് UDF-നകത്തുള്ളത്. മറിച്ച് ചില മുഹമ്മദ് ബ്ലാത്തൂരിനെ പോലുള്ള സ്ഥാനാർത്ഥികളുടെ പേരും, DCC വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ബ്ലാത്തൂരിനെ പോലുള്ള സ്ഥാനാർത്ഥികളുടെ പേരും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ MV നികേഷ് കുമാറിനെ പോലൊരു നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ കുറച്ചുകൂടി പൊതുസമ്മതിയുള്ള ഒരാളെ UDF സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി മറ്റു മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം KPCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ സമയത്ത് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ടായിരിക്കും സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരത്തിന് ഇറങ്ങുക എന്നാണ് അറിയുന്നത്. സണ്ണി ജോസഫ് ഉണ്ടായാൽ മാത്രമാണ് പേരാവൂർ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് UDF-ലെ പൊതുവായ വികാരം. മാത്രമല്ല, ഇത്തവണ സണ്ണി ജോസഫ് വിജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ ഉറപ്പായും അദ്ദേഹം മന്ത്രിയായിരിക്കും. എന്നാൽ പേരാവൂരിൽ ശക്തമായ പോരാട്ടം നടത്താനാണ് LDF ഒരുങ്ങുന്നത്, പ്രത്യേകിച്ച് CPIM ഒരുങ്ങുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ സണ്ണി ജോസഫിനെതിരെ നിർത്തുക എന്നതിനപ്പുറം പേരാവൂരിന്റെ മുൻ MLA ആയിട്ടുള്ള, നിലവിൽ മട്ടന്നൂരിന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള, കേരളത്തിന്റെ ജനകീയയായ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചറെ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിച്ചുകൊണ്ട് പേരാവൂർ പിടിച്ചെടുക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തിലാണ് LDF നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മിക്കവാറും ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിൽ വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ LDF-ന് വേണ്ടി കളത്തിലിറങ്ങുക ഏറ്റവും കരുത്തുറ്റ മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും നിലവിലെ രാജ്യസഭാ MP, രാജ്യസഭാ കാലാവധി കഴിയാൻ പോകുന്ന ജോൺ ബ്രിട്ടാസിനെ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറക്കി നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊന്ന് കൂത്തുപറമ്പിൽ സിറ്റിംഗ് MLA മുൻ മന്ത്രിയുമായ KP മോഹനൻ തന്നെ RJD-ക്കായിരിക്കും അവിടെ സീറ്റ് എന്നാണ് അറിയുന്നത്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ CPI ഘടക
ഘടകകക്ഷിയായ CPI ആണ് അവിടെ മത്സരിക്കുന്നത്. CPIക്ക് തന്നെയായിരിക്കും സീറ്റ്. അവിടെ CPI ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാനാണ് ഇരിക്കൂറിൽ ലക്ഷ്യമിടുന്നത്. ഇരിക്കൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ്, കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ്. കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ വിജയിക്കും. അവിടെ സജീവ് ജോസഫ് MLA തന്നെയായിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ് UDF നിന്നും കേൾക്കുന്നത്. പിന്നീട് കണ്ണൂരാണ് UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷേ LDFനെ സംബന്ധിച്ച് LDF ഇത്തവണയും കടന്നപ്പള്ളി രാമചന്ദ്രനെ തന്നെ കളത്തിലിറക്കുക എന്നൊരു ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ പോകുന്നത്. ഇനി കടന്നപ്പള്ളി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സരിക്കാതിരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അത് സീറ്റ് CPIM ഏറ്റെടുക്കുക. അങ്ങനെ CPIM ഏറ്റെടുക്കുകയാണെങ്കിൽ N ചന്ദ്രനെ പോലുള്ള നേതാക്കളെ CPIM അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ആ കണ്ണൂർ മണ്ഡലം നിലനിർത്താനുള്ള ഒരു പരിശ്രമം LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതേസമയം തന്നെ UDF കണ്ണൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ 2 തവണകളിലായി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അത് വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമം UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കഴിഞ്ഞ തവണയാണ് അഴീക്കോട് നിയോജക മണ്ഡലം UDFന് നഷ്ടപ്പെടുന്നത്. അത് KV സുമേഷ് എന്ന് പറയുന്ന ജനകീയനായ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വ്യക്തിയിലൂടെയാണ് LDF ആ മണ്ഡലം തിരിച്ചുപിടിച്ചത്. ഇത്തവണയും സിറ്റിംഗ് MLA ആയ KV സുമേഷ് തന്നെയായിരിക്കും അഴീക്കോട് LDF സ്ഥാനാർത്ഥി എന്നാണ് വിവരം. പയ്യന്നൂരിൽ TI മധുസൂദനും കല്യാശ്ശേരിയിൽ M വിജിനും തുടരും എന്നുള്ളതാണ് LDFിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെയെല്ലാം തന്നെ UDFന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ള പ്രാഥമിക ചർച്ച പോലും UDFിൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത്തവണ കണ്ണൂരിൽ നിന്നും മാറി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് സ്പീക്കർ AN ഷംസീറാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതകളാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ തലശ്ശേരിയിൽ നിലവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള നേരത്തെ CPIMന്റെ കരുത്തുറ്റ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ശശിയുടെ പേരാണ് ഈ ഘട്ടത്തിൽ കേൾക്കുന്നത്. അതല്ലെങ്കിൽ MV ജയരാജൻ, P ജയരാജൻ, ഇതിലൊരു നേതാക്കൾ CPIMന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള വിവരമാണ്. അങ്ങനെയെങ്കിൽ അവരുടെ മണ്ഡലം ഏതായിരിക്കും എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉറച്ച മണ്ഡലത്തിൽ മത്സരിക്കുന്ന നേതാക്കൾ എന്ന രീതിയിൽ മട്ടന്നൂരിലേക്ക് ഒരുപക്ഷെ MV ജയരാജനെയോ P ജയരാജനെയോ പരിഗണിക്കുമോ, അതല്ല അവർ തലശ്ശേരിയിൽ വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിലെ ചർച്ചകളിലൂടെ മാത്രമാണ് അറിയാൻ കഴിയുക. ഏതായാലും കണ്ണൂരിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുകയാണ് LDF ലക്ഷ്യമിടുന്നത്. 4 സീറ്റുകളോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് UDF ലക്ഷ്യമിടുന്നത്. പഴയ പോലെ കൂത്തുപറമ്പ് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം UDF പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പ്രാഥമികമായി കടന്നു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാകുമ്പോൾ കൂടുതൽ സജീവമായ ചർച്ചകൾ വരും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുന്നതോടെ ഇത് ആർക്കൊക്കെ അനുകൂലമാകുമെന്ന രീതിയിൽ കൃത്യമായ ഒരു ചിത്രം അവിടെ തെളിയുകയും ചെയ്യും.